VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. കല്യാണമാണോ? ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം. ഡ്രസ്സിന് മാച്ച് ആവണം, മേക്കപ്പിന് ഇണങ്ങണം. ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ്. പാണ്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ LDF അംഗങ്ങൾ രംഗത്ത്. സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച 3 കോടിയിലധികം രൂപ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ LDF അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. സംസ്ഥാന സർക്കാർ 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ റോഡിതര വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച 5,33,70,5,000 രൂപയിൽ 1,48,09,893 രൂപ മാത്രം വിനിയോഗിക്കുകയും 3,85,65,108 രൂപ നഷ്ടപ്പെടുത്തുകയും ചെയ്തുവെന്ന ഗുരുതര ആരോപണവുമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നത്. വരുംകാല പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിലേക്കായി സംസ്ഥാന ഫണ്ട് ലഭ്യതയ്ക്ക് ഇത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും പ്രതിപക്ഷ LDF അംഗങ്ങൾ പറഞ്ഞു. കൂടാതെ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കാത്ത പാണ്ടിക്കാട് പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ നടപടിക്കെതിരെയും പ്രതിപക്ഷം ഗുരുതര വീഴ്ച പങ്കുവച്ചു. പാണ്ടിക്കാട് പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് റിപ്പയറിംഗിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു. ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടും ഏപ്രിൽ മാസം തുടങ്ങിയിട്ടും മാർച്ച് 11 നമ്മളെ പദ്ധതി പൂർത്തീകരിച്ചിട്ടും ബന്ധപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് വരെ ഫണ്ട് ലഭ്യമാക്കിയിട്ടില്ല. 46 കുടുംബങ്ങൾക്കാണ് എഗ്രിമെൻ്റ് വെച്ചുള്ളത്. 40 കുടുംബങ്ങൾ വീട് പണി പൂർത്തീകരിക്കേണ്ടേ ആ ഫണ്ട് ഇതുവരെ പാണ്ടിക്കാട് പഞ്ചായത്തിന് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ചോദിക്കുമ്പോൾ ഫണ്ട് വന്നിട്ടില്ല എന്ന രീതിയിലാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ അനുവദിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പഞ്ചായത്തിലെ ഭരണസമിതി പൂർണ്ണമായി പരാജയമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് കാണുന്നത്. ഇന്ന് നടന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്തിൽ നിന്നും ഔദ്യോഗികമായി കിട്ടിയ രേഖയാണ് എൻ്റെ കയ്യിലുള്ള ഇത്. ഇതിനകത്ത് നോക്കിയാൽ കൃത്യമായി അതിനുള്ള തെളിവ് കാണാൻ കഴിയും. വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ രേഖ. കാരണം കേരള സർക്കാർ 5,33,75,000 രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ മാത്രം ഈ പഞ്ചായത്തിന് ഈ 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച സംഖ്യയിൽ കേവലം ഇവിടെ കുറഞ്ഞ പൈസ മാത്രം, അതായത് ചെലവ് ചെയ്തത് 1,48,993 രൂപ മാത്രമാണ് ചെലവഴിച്ചത്. അതായത് ഇവിടെ ഈ വാർഷിക പദ്ധതി 3,85,65,107 രൂപ ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ എല്ലാ ഇനം ഫണ്ടിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇവിടെ ഒരു ഭരണമില്ല, മാത്രമല്ല ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യവും കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയില്ല. മാത്രമല്ല ഇതിലുള്ളൊരു പ്രത്യേകത, ഈ ഫണ്ട് ഇങ്ങനെ ചെലവഴിക്കാതിരുന്നാൽ 1,00,000 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാർ എന്താ കണക്കാക്കുന്നത്? ഈ ഫണ്ട് മതി ഈ പഞ്ചായത്തിന്. ഈ 5,00,000 കോടി രൂപ അനുവദിച്ചത് ആവശ്യമില്ലാതെ ലാപ്സായി കളഞ്ഞിരിക്കുന്നു. 1,00,000 കോടി ആവശ്യമുള്ളൂ. അപ്പോൾ എന്താ അടുത്ത വർഷം ചെയ്യുക? അതിലൊരു 20% കൂടി കൂട്ടിയിട്ട് അടുത്ത കൂടി ഫണ്ട് വെക്കും. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് 3,00,000 കോടി രൂപ അടുത്ത വർഷത്തെ കിട്ടേണ്ട പൈസ നഷ്ടപ്പെടുന്നു. ഈ വർഷം നടപ്പാക്കാത്ത പ്രൊജക്റ്റുകളുടെ പൈസ നഷ്ടപ്പെടുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ തിരുത്തിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ LDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ LDF അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ, NT സുരേന്ദ്രൻ, വിജയകുമാരി, MK സുഹറ, കൃഷ്ണജ വളരാട്, K സുബൈദ, സുനീറ മമ്പാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.